ആദിവാസികൾ എടുക്കുന്ന ട്രഡീഷണൽ സാധനം ഇവൻ ഒറിജിനൽ ആണെന്ന് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പോൾ ഇത് നമ്മളെല്ലാവരും പറയും വെള്ളത്തിലൊഴിച്ച് നോക്ക് എന്ന് പറയും. വെള്ളത്തിനകത്തോട്ട് തേൻ ഒഴിച്ചാൽ തേന് കട്ടിയുള്ളതുകൊണ്ട് തന്നെ തേൻ ദാവൂടായിട്ട് താഴെ പോകും. വെള്ളവും തേനുമായിട്ട് മിക്സ് ചെയ്യാൻ 15 മിനിറ്റോളം എടുക്കും. അപ്പോൾ നിങ്ങൾ എവിടെ പോയാലും ചെയ്യേണ്ട കാര്യം, നിങ്ങൾ മേടിക്കാൻ ഉദ്ദേശിക്കുന്ന കുപ്പിയിൽ നിന്നും സാമ്പിൾ എടുക്കണം. മേടിക്കാൻ ഉദ്ദേശിക്കുന്ന കുപ്പിയിൽ നിന്നും സാമ്പിൾ എടുക്കണം. ഇവനൊരു സാമ്പിൾ നമ്മുടെ കയ്യിൽ ഒഴിച്ചു തന്നാൽ അത് നക്കുമ്പോൾ അത് ഒറിജിനലായിരിക്കും. പക്ഷെ എടുത്തു തരുന്ന കുപ്പി വേറെ ആയിരിക്കും. അപ്പം ഇത് ഒറിജിനലാണെന്ന് അറിയാൻ ഞാൻ സിമ്പിളായിട്ട് ചെറിയൊരു മെത്തേഡ് പറഞ്ഞുതരാം. ഇതിന് പ്രത്യേകിച്ച് ഒരു 50 രൂപ തരേണ്ടതാണ്. പിന്നെ പോട്ടെ, ഇതേപോലെ ഒരു നൈസ് ന്യൂസ് പേപ്പർ മനസ്സിലായോ? ന്യൂസ് പേപ്പറിന് കള്ളത്തരം അറിയത്തില്ല. ഒന്നാമത്തെ കാര്യം, നമ്മൾ മേടിക്കാൻ ഉദ്ദേശിക്കുന്ന കുപ്പി ഓപ്പൺ ചെയ്യാം. നമ്മൾ മേടിക്കാൻ ഉദ്ദേശിക്കുന്ന കുപ്പിയിൽ നിന്ന് ഒരു ഡ്രോപ്പ് ഇതിനകത്തിട്ടിടുക. തേൻ ഇങ്ങനെ നിൽക്കണം. ഫസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കാനോ ഓടാനോ ചാടാനോ ഒന്നും പാടില്ല. പിന്നെ അരമണിക്കൂറിനകം ഇതിന്റെ ബാക്ക് സൈഡ് നനയക്കൂടാതെ. തമിഴും വരുന്നുണ്ട് ഇടയ്ക്കല്ലേ. അതിനകത്ത് ശർക്കരയോ പഞ്ചസാരയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പേപ്പർ നനയും. നമ്മുടെ കള്ളത്തരം ഈ പേപ്പറിന് അറിയത്തില്ല. ഇതാണ് ചെക്കിംഗ് മെത്തേഡ്. പക്ഷെ ഇതിനകത്ത് എന്തെങ്കിലും മായം ഉണ്ടെങ്കിൽ ഈ പേപ്പർ നനയും. മനസ്സിലായോ? തേൻ ഒറിജിനലാണെന്ന് മനസ്സിലാക്കണം. ഇനി